നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ? കഷ്ടപ്പെടാൻ റെഡിയാണോ? ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഒരു വർഷം വേസ്റ്റ് ആവില്ല. കൃത്യമായി ക്ലാസ്സുകൾ കിട്ടണം. 11th-ലും 12th-ലും പഠിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 12th ബോർഡ് എക്സാം എല്ലാം കഴിഞ്ഞ് ഇനി എന്ത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ റിപ്പീറ്റ് ചെയ്താലോ എന്നൊരു അഭിപ്രായം ഉണ്ടാകും. റിപ്പീറ്റ് ചെയ്ത് IIT NIT പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ നേടിയാലോ, അതോ ഒരു വർഷം വേസ്റ്റ് ആവുമോ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ? കഷ്ടപ്പെടാൻ റെഡിയാണോ? ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ഒരു വർഷം വേസ്റ്റ് ആവില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പല ഗ്രൂപ്പ് സ്റ്റുഡൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ 95 or 96% അല്ലെങ്കിൽ എബവ് കിട്ടി. അവരുദ്ദേശിച്ച ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല, അവർക്ക് വേറൊരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ക്ലാസ്സുകളൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് അവരുടെ പോരായ്മകൾ അറിയാം, അതെല്ലാം ഒന്ന് പരിഹരിച്ച് മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ മജോറിറ്റി സ്റ്റുഡൻസ് ആ ഗ്രൂപ്പുകാരല്ല. അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻട്രൻസ് എഴുതിയോ? ഞങ്ങൾ എഴുതിയില്ലായിരുന്നു കഴിഞ്ഞ വർഷം. റിപ്പീറ്റ് ചെയ്യാൻ വരുന്ന കുട്ടികളുടെ അഭിപ്രായമായിട്ടോ പറഞ്ഞത്. ചിലർ പറയും ഞങ്ങൾ ജസ്റ്റ് ഒരു ക്രാഷിന് പോയി എൻട്രൻസ് എഴുതി. ചിലർ പറയും ഞങ്ങളൊരു ക്ലാസ്സിനും പോയിട്ടില്ല, ജസ്റ്റ് പോയി എഴുതി. ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ക്ലാസ്സുകൾ കിട്ടണം. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. നിങ്ങൾ 2 വർഷം 12th പഠിച്ച കാര്യങ്ങൾ 11th-ലും 12th-ലും പഠിച്ചതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ശരിക്കും 4 വർഷം വേണ്ടേ? 4 വർഷമൊന്നും വേണ്ട. നമുക്ക് JEE മെയിൻസ് ജാനുവരി ലാസ്റ്റ് വരും 2026. അപ്പോൾ ഒരു 6-7 മാസം സമയമുള്ളൂ. ഈ 6-7 മാസം മതി. ഈ 6-7 മാസം കൊണ്ട് 2 കൊല്ലം സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കറക്റ്റ് പ്ലാനിങ് വേണം. കൃത്യമായി പ്ലാൻ ചെയ്ത് മാക്സിമം ക്ലാസ്സുകൾ കിട്ടണം. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചെടുക്കണമെങ്കിൽ ശരിക്കും നിങ്ങളെ പഠിപ്പിച്ച് തരണം. അതാണ് ഒന്നാമത്തെ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാക്സിമം ക്ലാസ്സുകൾ ലഭിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻറ്റ് ലഭിക്കണം, കൺസെപ്റ്റ് ഉണ്ടാവണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണം. ഞാൻ പറയുന്ന 2ാമത്തെ ഗ്രൂപ്പുകാരുടെ കാര്യമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൺസെപ്റ്റ് കിട്ടിയാൽ അടുത്തത് നിങ്ങൾക്ക് ആവശ്യം എക്സാമുകൾ ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമുകൾ ഫേസ് ചെയ്യുന്നത് വഴി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എവിടെയാണ് നിങ്ങളുടെ തകരാറ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും ഡയറക്റ്റ് ചെയ്യാനും പറ്റിയ ടീച്ചേഴ്സ്. ഹോസ്റ്റൽ ഫെസിലിറ്റി ആവശ്യമുള്ളവർക്ക് ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി, പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ കുറവുകൾ പരിഹരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലാസ്സുകളിൽ തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരും. റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും വൈകരുത്. ഏറ്റവും നേരത്തെ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകളുമായി മുന്നോട്ട് പോകണം. കാരണം വളരെ കുറഞ്ഞ സമയമേ കിട്ടുള്ളൂ. പലരും മറ്റുള്ള അഡ്മിഷനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കിട്ടാതെ വരുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നവരുണ്ട്. അപ്പോഴത്തേക്കും പല ക്ലാസ് പോർഷൻസൊക്കെ ഒത്തിരി കവറായിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ നിങ്ങൾ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്ത് സഹായങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.